നമസ്കാരം. പലർക്കും ഉള്ളൊരു സംശയം, ഇപ്പോൾ ഒരു വ്യക്തി നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി, പുള്ളിക്ക് ആത്മവളർച്ചയൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല, പുള്ളിയുടെ സ്വഭാവം ശരിയല്ല, അല്ലെ പാരമ്പര്യമായിട്ടുള്ള പല ശല്യങ്ങളോ ഇല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഞെരുക്കം അനുഭവിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ആത്മവളർച്ചയൊന്നും വന്നിട്ടില്ല. ഞാനീ പറയുന്ന പോലുള്ള കാര്യങ്ങളോ സൃഷ്ടാവാൻ ദൈവത്തോട് അടുക്കുകയോ അപ്പൊ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോയാൽ അപ്പൊ പുള്ളിയെ ഈ വിധത്തിലാക്കിയതും ഈ കഷ്ടത്തിലൂടെയൊക്കെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതെല്ലാം ഈ അസുരിക പൈശാചിക ശക്തികളാണല്ലോ. പക്ഷെ അതിൽ അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നെഗറ്റീവ് ശിക്ഷയുടെ ശക്തികളും കാണും. പക്ഷെ എന്നാലും ഇയാളെ തെറ്റിന്മേൽ തെറ്റിലേക്ക് പ്രലോഭിപ്പിച്ച് വഴിതെറ്റിച്ച് സാഹചര്യങ്ങളിലൂടെ ഇയാളെ ഇങ്ങനെയാക്കി ആക്കുന്ന കുറെ നെഗറ്റീവ് അസുര ശക്തികൾ ഇയാളിലുണ്ടല്ലോ. അപ്പൊ ഇയാളുടെ മരണശേഷം, ഇയാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ ഇയാളുടെ മരണശേഷം ഈ നെഗറ്റീവ് ശക്തികളെല്ലാം എവിടെ പോകും? ഇതാണ് ചിലർക്കുള്ള ചോദ്യം. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇതിലോട്ട് കാര്യങ്ങളുണ്ട്. പലതും മനസ്സിലാക്കിയാലേ ഇതിൽ പല കാര്യങ്ങളും പിടികിട്ടുള്ളൂ. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സംശയങ്ങൾ വരുന്നവർ കമന്റൊക്കെ ചെയ്താൽ അതനുസരിച്ച് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസുകൾ പറയാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിയിൽ പാരമ്പര്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ കാണും. ഇപ്പൊ അപ്പൂപ്പന്മാർ വഴി അല്ലെ അതിനു മുമ്പുള്ള പിതൃക്കന്മാർ ചെയ്ത ക്രൂരതയും ദോഷമൊക്കെ ചെയ്യുമ്പോൾ കുടുംബം അല്ലെ തലമുറ പോലും നശിക്കട്ടെ എന്ന ശാപപ്രാക്ക് ഒക്കെ അന്നത്തെ കാലത്ത് ആരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ നശിച്ചു പോകും എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പല തലമുറകൾ ഈ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ സഞ്ചരിച്ച് ഈ വ്യക്തികളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പല കുടുംബത്തിലും പലർക്കും അച്ഛന്റെ അതേ രോഗം തന്നെ മോന്, മകന്റെ അതേ രോഗം തന്നെ അടുത്ത മകന്, ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണങ്ങൾ ഈ പാരമ്പര്യ ശാപവും ഈ നെഗറ്റീവ് ശക്തികളുടെ സഞ്ചാരമൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഈ മരിക്കുന്ന വ്യക്തിയിൽ കാണും. ഇപ്പൊ അച്ഛൻ വഴി സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു നെഗറ്റീവ് ശക്തി ഒന്നല്ല, ചില പല ശക്തികൾ കാണും ഇയാളിലേക്ക്. അച്ഛനിലൂടെ അല്ലെ പാരമ്പര്യമായി ഇയാളിൽ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ജന്മനാൽ എത്ര സമ്പാദിച്ചാലും എന്ത് ചെയ്താലും സാമ്പത്തികമായിട്ട് ഞെരുക്കോ ബുദ്ധിമുട്ടോ ആയിരിക്കും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഇയാളെ സുഹൃത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രലോഭനത്താൽ കുറച്ച് മോഷ്ടിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞ് ഇയാൾ മോഷ്ടിച്ചെന്ന് വെച്ചോ, അപ്പൊ മോഷണത്തിന്റെ കുറെ നെഗറ്റീവ് ശക്തികളും കൂടെ ഇയാളിലേക്ക് കയറും. അപ്പൊ അച്ഛൻ വഴി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അത് പരിഹാരമായി. അച്ഛൻ പക്ഷെ മോഷ്ടിച്ചിട്ടില്ല, അതാണ് മോഷണത്തിന്റെ പ്രശ്നം, ശല്യം അച്ഛനില്ല. പക്ഷെ മകൻ വേറെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പ്ലസ് ഈ മോഷണത്തിന്റെ നെഗറ്റീവ് ശക്തികൾ. പിന്നെ ആരും പ്രലോഭിക്കേണ്ട, മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ശക്തികൾ അപ്പോൾ വലിഞ്ഞു കയറിയല്ലോ, മോഷണത്തോടുകൂടി നെഗറ്റീവ് ഇയാളിലേക്ക് വന്നല്ലോ. ഇനി ആ മോഷണത്തിന്റെ നെഗറ്റീവ് ശക്തികൾ തന്നെ ഇയാളെ പ്രലോഭിപ്പിച്ച് കൂടുതൽ മോഷണം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വലിയ പാപിയായി മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലഹരിയുടെ ശക്തികൾ. അപ്പൊ ഇതൊക്കെ ഇയാൾ അല്ലാതെ വേറെയുണ്ട്. ഇനി ചിലതുള്ളത് ഇയാളുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കാരണം ഇയാളെ നശിപ്പിക്കാനായിട്ട് ചില ദുർമൂർത്തികൾ ചില നെഗറ്റീവ് ശക്തികളെ ആവാഹിച്ചൊക്കെ ചില കൂടോത്രങ്ങളോ അല്ലെങ്കിൽ കൈവിഷമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ പല സാധനങ്ങൾ ആരെങ്കിലും ഇയാളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ശക്തികളെ സ്വാധീനവും കൂടിയൊക്കെ ഇയാളിൽ കാണാം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല നെഗറ്റീവ് ശക്തികളായിരിക്കും ഇയാളിലുള്ളത്. അപ്പൊ ഇയാളുടെ മരണശേഷം ഈ നെഗറ്റീവ് ശക്തികളൊക്കെ എവിടെ പോകും? ഇപ്പൊ ഇയാളുടെ നശിക്കത്തെ ഇയാൾ നശിക്കണം എന്നും പറഞ്ഞാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, പരിപാടിയിലുണ്ടല്ലോ, നെഗറ്റീവ് പരിപാടിയിലുണ്ടല്ലോ, ആഭിചാരം അങ്ങനെയൊക്കെ. അപ്പൊ ഇയാളെ നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ നശിപ്പിച്ചതിന് ശേഷം ആ നെഗറ്റീവ് ശക്തികൾ തിരിച്ച് അതിന്റെ സുപ്പീരിയർ അല്ലെങ്കിൽ എവിടെ നിന്നാണോ ആ നെഗറ്റീവ് ശക്തികൾ ഇയാളിലേക്ക് വന്നത് അങ്ങോട്ട് തന്നെ ആ ഡ്യൂട്ടി പൂർത്തീകരിച്ച് തിരിച്ചു പോകും. ഇയാൾ മരിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇയാളിലുള്ള ഈ പാരമ്പര്യ ശക്തികൾ കുറെ കാണാം. അച്ഛൻ വഴി അമ്മ വഴിയും അങ്ങനെയൊക്കെ ചില ഭാര്യയിലൂടെയൊക്കെ ഷെയറിംഗ് ആയി വരുന്ന നെഗറ്റീവ് ശക്തികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇയാളുടെ മരണശേഷം ഇയാളുടെ അടുത്ത തലമുറകളിലേക്ക് ഈ ശക്തികൾ പകർന്നു പോകും. ഇല്ലെങ്കിൽ ഇയാളുമായി അറ്റാച്ച്ഡായി നിൽക്കുന്നു. അപ്പൊ പാരമ്പര്യമായി വരുന്നതാണെങ്കിൽ ഇയാളുമായി രക്തബന്ധമുള്ള മറ്റ് വ്യക്തികളിലേക്ക് ഈ നെഗറ്റീവ് ശക്തികൾ അങ്ങോട്ട് ചാടിപ്പോകും. കാരണം ഇയാളുടെ ശരീരം കഴിഞ്ഞു, ഇയാളെ കൊണ്ട് ഉപയോഗമില്ലാത്തത് കൊണ്ട് അടുത്ത വ്യക്തികളിലേക്ക് മാറിപ്പോകും. ആൾറെഡി മറ്റേ വ്യക്തികളിൽ ഈ നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനം അല്പമായി ഉണ്ടായിരിക്കും. ഇയാളുടെ മരണശേഷം ബാക്കിയും കൂടി അങ്ങോട്ട് കയറിക്കൊള്ളും. ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് എനർജീസുകളാണ്. ഒരു പുക പോലെയാണ്. ഒരു നിറഞ്ഞ് ഒരു മുറി മുഴക്കി
ഒരു മുറി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പുകയിൽ നിന്ന് കുറച്ച് പുക ഞാനൊരു കുപ്പിയിലാക്കി കൊണ്ടുപോയാൽ ആ കുപ്പിയിൽ ഉള്ള പുകയും ആ മുറിയിലുള്ള പുക ഒന്നാണല്ലോ. ഇതുപോലെയാണ് നെഗറ്റീവ് എനർജീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആയി പോകുന്നത്. അപ്പം ഇയാളിലുള്ളത് ഇയാളുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത ബന്ധമുള്ള രക്തബന്ധുക്കളിലേക്കൊക്കെ ഇയാളിലുള്ള നെഗറ്റീവ് ശക്തി അങ്ങോട്ട് ഷെയർ ആവും. ഇനി ചില നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ഇയാളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജന്മനാൽ ഉള്ള ചില നെഗറ്റീവ് ശക്തികൾ എല്ലാ വ്യക്തികളിലും ഉണ്ട്. നെഗറ്റീവായി നിൽക്കുന്ന കുറെ ശക്തികൾ എല്ലാ വ്യക്തികളും ഉണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് ജയിച്ചു വരലാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പൊ ഇയാളുടെ മരണശേഷം ഈ നെഗറ്റീവ് ശക്തികൾ ചിലപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് ഇയാളുടെ അതേ രൂപത്തിലും ഇയാളുടെ അതേ ശബ്ദത്തിലുമൊക്കെ നമ്മൾ ആത്മാവുമായി ബന്ധമുണ്ടാക്കി ആ നെഗറ്റീവ് ശക്തികളുടെ ആഗ്രഹങ്ങൾ ഇയാളിലൂടെയാണ് സാധിച്ചുകൊണ്ടിരുന്നത്. ആ ആഗ്രഹങ്ങൾ മറ്റു വ്യക്തികളിലൂടെ സാധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇയാളുടെ മകനോ മകളോ അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത സുഹൃത്തോ ഒക്കെ സ്വപ്നത്തിലൂടെ ഇയാളെ കണ്ടു എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവര് മറ്റുള്ളവരുടെ ഷെയർ ചെയ്യും. ഞാൻ ഇയാളെ സ്വപ്നത്തിൽ മരിച്ച എന്റെ സുഹൃത്തിനെ സ്വപ്നത്തിൽ കണ്ടു. ചിലപ്പം ഈ മരിച്ച ആളായിരിക്കില്ല. ഈ മരിച്ച ആള് ചിലപ്പം നരകുന്ന ഡയമെൻഷനിലോട്ട് പോവുകയോ അല്ലെങ്കിൽ അടുത്ത ജന്മം കിട്ടി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അലഞ്ഞിരി നടന്നിട്ടുണ്ടായിരിക്കാം. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അയാളെ കാണാനും ചിലപ്പോൾ പറ്റിയിരിക്കും. പക്ഷെ ഇയാൾ അവിടെ ഇല്ലെങ്കിൽ പോലും ഇയാളിൽ ഉണ്ടായിരുന്ന ചില നെഗറ്റീവ് അസുര ശക്തികൾ വ്യാജത്താൽ ഇയാളുമായി ബന്ധമുള്ളവരെ സ്വാധീനിച്ച് ആ നെഗറ്റീവ് ശക്തികളുടെ ആഗ്രഹങ്ങൾ അവരുടെ ഒരു രസമാണല്ലോ. നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ അസുര ശക്തികൾക്ക് ഒരു രസമാണ്. ആരെങ്കിലും നശിപ്പിക്കുക, പറ്റിക്കുക, കബളിപ്പിക്കുക, അതൊക്കെ അവരുടെ ഒരു സന്തോഷമാണ്. ഈ എനർജി സന്തോഷത്തിലാണ് അവർക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു എനർജി സോഴ്സാണ് ഈ മറ്റുള്ളവരെ പറ്റിച്ചും നശിപ്പിച്ചുള്ള ഒരു സന്തോഷം. അതിനുവേണ്ടി അവർ ഈ മരിച്ച വ്യക്തിയുടെ രൂപത്തിലൂടെ പെരുമാറും. പക്ഷെ ഇത് മരിച്ച വ്യക്തിയുടെ രൂപമാണോ ശരിക്കും ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവ് തന്നെയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ എങ്ങോട്ട് നയിച്ചുകൊണ്ട് പോകുന്നു, നമ്മളെ പോസിറ്റീവിലോട്ടാണോ നയിച്ചുകൊണ്ട് പോകുന്നത്, അത് നമ്മളെ നെഗറ്റീവിലോട്ട്. ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയിലാണ്. പ്രകൃതിയുടെ വ്യവസ്ഥയിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ അത് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ തന്നെയാണോ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലേ നമ്മളോട് ഇടപെടുന്നത് ഈ മരിച്ച വ്യക്തിയാണോ അത് വ്യക്തിയുടെ അകത്തിരുന്ന ഏതെങ്കിലും നെഗറ്റീവ് ശക്തികൾ നമ്മളെ ആ വ്യക്തിയുടെ അതേ രൂപത്തിലും ശബ്ദത്തിലും വന്ന് നമ്മുടെ ആത്മാവുമായി സംസാരിച്ച് പറ്റിക്കുകയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിയണം. ഉദാഹരണം പറഞ്ഞാൽ ബോംബെയിലോ ഡൽഹിയിലോ എവിടെ ഒരു മർഡർ കൂട്ടമരണത്തിന്റെ ഒരു കേസ് ഭയങ്കര ഫേമസ് ആണ്. ഒരു വീട്ടിലെ ഒരാൾ മരിച്ചു പോവുകയും അയാളുടെ ആത്മാവ് വന്ന് ആ വീട്ടിലെ ആൾക്കാരോട് ആത്മാവ് വന്ന് സംസാരിക്കുകയും നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് മരിക്കണമെന്നും അതിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുടുംബത്തിലുള്ള ബാക്കി എത്രയോ പേര് 6-7 പേരെ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. പക്ഷെ ഇത് ഒരിക്കലും ഒരു പോസിറ്റീവ് ആത്മാവ് അല്ലെങ്കിൽ ശരിക്കും ഈ മക്കളുടെ അല്ലെങ്കിൽ ഈ കുടുംബനാഥൻ അച്ഛൻ ഒരിക്കലും വന്ന് ഈ കുരുതി ചെയ്യില്ല. കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് പ്രകൃതി വ്യവസ്ഥ പ്രകാരം നെഗറ്റീവാണ്. തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകണതാണ്. ഒരിക്കലും മോക്ഷമൊന്നും കിട്ടാനും പോണില്ല. നമ്മളെ ഇതിന്റെ പേരിൽ ഒരുപാട് കഷ്ടങ്ങൾ ഇനി അനുഭവിച്ച് നമ്മൾ ആത്മഹത്യ ചെയ്ത് നമ്മൾ ഭൂമിയിലെ പരീക്ഷ കറക്റ്റ് പാസ്സാവാതെ ഒളിപ്പോസിൽ രക്ഷപ്പെടാൻ നോക്കണമെന്നാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ശിക്ഷയും പിന്നെ ഒന്നേന്ന് ജന്മങ്ങളെടുത്ത് പലതും ചെയ്ത് ജയിച്ച് കാണിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരുള്ളൂ. ഒരിക്കലും മോക്ഷമൊന്നും കിട്ടൂല. അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും, ഇല്ലെങ്കിൽ വലിയ ലെവലിൽ ഒരു ഉയർച്ച വരും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായ നിങ്ങൾ ആത്മാവിന് ഭയങ്കര നേട്ടം കിട്ടും എന്നൊക്കെ പറഞ്ഞ് സ്വന്തം വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ മരിച്ച ആരെങ്കിലോ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മളെ കൊണ്ട് ആത്മഹത്യ അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഞാൻ പറഞ്ഞ പ്രകൃതിയുടെ വ്യവസ്ഥ തെറ്റിക്കാൻ. അങ്ങനെ തെറ്റിക്കുകയാണെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ഈ വന്നത് നമ്മുടെ വേണ്ടപ്പെട്ട അച്ഛനല്ല അല്ലെങ്കിൽ അമ്മയല്ല, ഏതോ നെഗറ്റീവ് ശക്തി രൂപം മാറി നമ്മളെ പറ്റിക്കുന്നു. അപ്പം ആദ്യം പ്രകൃതിയുടെ വ്യവസ്ഥകളെല്ലാം തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം മരിച്ച വ്യക്തി മരിച്ചാലും ആ മരിച്ച വ്യക്തിയുടെ അകത്തിലുള്ള നെഗറ്റീവ് ശക്തികൾ ആ വ്യക്തിയുടെ രൂപത്തിലും വന്ന് നമ്മളെ പറ്റിച്ച് പല രീതിയിൽ വഴിതെറ്റിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു വശം. ഇനി അതുപോലെ തന്നെ ഇയാളുടെ സ്വഭാവത്തിലൂടെ ഇയാളായിട്ട് വലിച്ചു കയറ്റി ചില നെഗറ്റീവ്സ് ഉണ്ട്. ഇയാളുടെ ചില പ്രവൃത്തിയിലൂടെ ഇയാളിലേക്ക് വന്ന ചില നെഗറ്റീവ്സ് ഉണ്ട്. അങ്ങനത്തെ നെഗറ്റീവ്സ് എല്ലാം ഇയാളുടെ മരണശേഷം ഈ ഇപ്പൊ ഉദാഹരണത്തിന് ലഹരിയിലെ അഡിക്ഷൻ, പെണ്ണ് വിഷയത്തിൽ അഡിക്ഷൻ, കാമത്തിൽ ഭയങ്കര അപ്പൊ അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കൽ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ ജീവിത രീതിയിലൂടെ ഇയാൾ കൊള്ളാം എന്നും പറഞ്ഞ് ഇയാളിലേക്ക് വലിഞ്ഞു കയറി ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ മരണശേഷം ഇതേപോലെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കറങ്ങി തിരിഞ്ഞ് അടുത്ത ആളെ കണ്ടുപിടിച്ച് പോകും. ഇയാൾ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇയാളുടെ ഏതെങ്കിലും കേസിൽ വിധി നടത്തി ഇയാളെ ജയിലിൽ പിടിച്ച് പൂട്ടിയിട്ടാലും
ഈ നെഗറ്റീവ് ശക്തികൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോയിട്ട് നല്ല പ്രാപ്തനായ അടുത്ത ഒരു ആളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയിക്കോളും. അപ്പം മരണശേഷം കുറെ അങ്ങനെ പോകും. പിന്നെ ചിലര് ഇയാളുടെ വിരോധം കാരണം, ഇയാൾ എന്തെങ്കിലും ചെയ്ത് വലിയ കടുങ്കൈ ചെയ്ത കാരണം മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്ത് ആഭിചാരമൊക്കെ ചെയ്ത് ഇയാളുടെ കുടുംബത്തെ നശിപ്പിക്കണം എന്നും പറഞ്ഞാണ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ മരണശേഷം ആ നെഗറ്റീവ് ശക്തികൾ ഇയാളെ കൊല്ലാൻ പറ്റില്ല, ഇയാൾ മരിച്ചല്ലോ, ഇനി അടുത്ത കുടുംബത്തെയും കൂടെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാണല്ലോ മറ്റേവര് എതിർ ശത്രുക്കള് ഓരോന്ന് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ബാക്കി കുടുംബാംഗങ്ങളെ ഇത് ബാധിച്ച് അവർക്കും ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇയാൾ മരിച്ചതിന് ശേഷം ബാക്കി തലമുറകൾക്ക്, മക്കൾക്കോ ഭാര്യയ്ക്കൊക്കെ പുതിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അവർക്ക് അനുഭവിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ വേറെ കുറെ നെഗറ്റീവ് ശക്തികൾ ഇയാൾ ജീവിച്ചിരുന്നപ്പോ ഇയാളുടെ ഭയങ്കരമായ ആത്മബന്ധം, ഭയങ്കര ആത്മസുഹൃത്തായൊക്കെ നിന്ന ചില വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ മരണശേഷം ചില നെഗറ്റീവ് ശക്തികൾ ഈ അറ്റാച്ച്മെന്റ് ഉള്ള ഈ സുഹൃത്തുക്കളിലേക്ക് പോകും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആരുമായി അറ്റാച്ച്മെന്റ് പാടില്ല. അറ്റാച്ച്മെന്റ് എന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ സുഹൃത്തിലുള്ള നെഗറ്റീവ് ശക്തികളും ഇങ്ങോട്ട് നമ്മളെ സ്വാധീനിക്കും, ഇയാളിലുള്ള നെഗറ്റീവ് ശക്തികളും അങ്ങോട്ട് സ്വാധീനിക്കും. അപ്പൊ മരണശേഷം ഈ കുറെ സാധനങ്ങൾ, കുറെ നെഗറ്റീവ് അസുര ശക്തികൾ പൂർണ്ണമായും ഈ ആത്മസുഹൃത്തിലോട്ടൊക്കെ പോവാം. അങ്ങനെ കുറെ എണ്ണം അങ്ങനെയും പോയി കിട്ടും. പിന്നെ ചില നെഗറ്റീവ് ശക്തികൾ ഇപ്പൊ ഇയാൾ മരിച്ചതിന് ശേഷം ഇയാളുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തു വരുമ്പോഴാണ് പല സത്യങ്ങളും തിരിച്ചറിയണത്. അപ്പൊ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും, ഗതിയില്ലാതെ അലയുന്ന അവസ്ഥ വരും. പറ്റിയും പോയി, മരിച്ചും പോയി. ജീവിച്ചിരുന്നപ്പോഴാണെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കിയതുമില്ല, ആത്മീയൊന്നും വിശ്വസിച്ചതുമില്ല. മരിച്ച ശേഷമാണ് മനസ്സിലാക്കുന്നത് ആത്മാവിന് ഇങ്ങനെയൊക്കെ അവസ്ഥയാണ്. അപ്പൊ കരഞ്ഞ് നിലവിളിച്ച് നടക്കുന്നൊരവസ്ഥ വരുമ്പോ ഇയാളിലുള്ള കുറെ നെഗറ്റീവ് ശക്തികൾ, ഇപ്പൊ ഇയാളെ നിരീശ്വരവാദത്തിലോട്ടോ അല്ലെങ്കിൽ അധിക ദൈവഭക്തിയിലോ അല്ലെങ്കിൽ സത്യസന്ധമായ ജീവിതം ഇതൊന്നും ഇയാളെ സമ്മതിക്കാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല, പിന്നെ മരിച്ചതിന് ശേഷമല്ലേ അപ്പോൾ കണ്ടതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് അങ്ങനെയുള്ള തോന്നലുകൾ കൊടുത്തുകൊണ്ടിരുന്ന ചില നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ മരണശേഷം ഇയാളുടെ ആത്മാവ് അലഞ്ഞു തിരിയുകയാണെങ്കിൽ ആ ആത്മാവിനെ ബലാത്കാരമായി നിയന്ത്രിച്ചും കൊണ്ട് ബാക്കി ചില കുടുംബത്തിലുള്ള ആൾക്കാരെയോ അവരെയൊക്കെ ചില രോഗങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കഷ്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇയാളുടെ ആത്മാവിനെ തന്നെ ഇയാളെ കൊണ്ട് ഉപയോഗിക്കും. കാരണം ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പല കൊള്ളരുതായ്മയും പല മെയിനായിട്ടും ഈ കള്ളത്തരത്തിലൂടെ സമ്പത്തുണ്ടാക്കുന്നത്, കള്ളത്തരത്തിലൂടെ സമ്പത്തുണ്ടാക്കുന്നതേ നമ്മളെ തലമുറകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ചില വ്യക്തികൾ പെട്ടെന്ന് മരിച്ചുപോയാൽ ചിലപ്പോൾ മോഷ്ടിച്ചായിരിക്കാം, ചിലപ്പോൾ വെട്ടിപ്പിടിച്ച് ആർത്തി പൂത്ത് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കി റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പാർട്ടിയെ കബളിപ്പിച്ച് ഇടയിൽ കൂടി പണം ഉണ്ടാക്കൽ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റായ മാർഗത്തിലൂടെ പറ്റിച്ചും വെട്ടിച്ചും പണം ഉണ്ടാക്കുന്ന പലർക്കും പറ്റുന്ന അബദ്ധം മരണശേഷം ഈ വ്യക്തികളെ കൊണ്ട് തന്നെ ഈ സമ്പത്ത് കംപ്ലീറ്റ് നശിപ്പിച്ച് കാണിക്കുന്ന ഒരവസ്ഥ നെഗറ്റീവ് ശക്തി തന്നെ ചെയ്യിപ്പിച്ചോളും. കൊണ്ടുപോയി ഇയാളെ കൊണ്ട് തന്നെ ഇയാളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതും ഇയാളെ മക്കളെയൊക്കെ ശിക്ഷിച്ചും നശിപ്പിച്ചും രസിച്ച് ആ എനർജി കണ്ടെത്തുന്ന കുറെ നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ ആത്മാവിനെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കും. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കവേ തന്നെ മറുവശത്ത് ഇയാളുടെ ആത്മാവെന്ന രീതിയിൽ മറ്റു ചില നെഗറ്റീവ് ശക്തികൾ ഇയാളുടെ രൂപത്തിൽ വന്ന് കുടുംബക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് വേറെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ മരണശേഷം പല കാര്യങ്ങളാണ് ഈ നെഗറ്റീവ് ശക്തികൾ ഈ ആത്മാവിനായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഗതികളുണ്ട്. ചില കാര്യങ്ങളെ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചും മറിച്ചും പല രീതിയിൽ പല മേഖലയിലൂടെയൊക്കെ ഈ നെഗറ്റീവ്സുകൾ കളിക്കും. പക്ഷെ ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ്, അനുഭവിച്ചതിന് ശേഷമാണ് ഈ ആത്മാവ് അടുത്ത ജന്മം എടുത്ത് ഒന്നും കൂടെ പിന്നെയും വരുന്നത്. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.